ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും മികച്ച ഗെയിമർ ആരാണെന്ന് ചോദിച്ചാൽ നിലവിൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അത് ജിൻഡോയാണ്. ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ജിൻഡോ. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ചായക്കേസ് ആണെന്ന് തോന്നുന്നു പുള്ളി അവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു വിഷയം. അന്ന് നമ്മളൊക്കെ ചിരിച്ചിട്ടിരുന്നിട്ടാണ് ജിൻഡോയുടെ ആ ഒരു വഴക്കൊക്കെ കണ്ടത്. ശരിക്കും പുച്ഛിച്ച് തള്ളി വിട്ടൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അവിടെ അറിഞ്ഞോ അറിയാതെ ജിൻഡോ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ജിൻഡോയുടെ ബിഗ് ബോസ് ജേർണി ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ തന്നെയായിരുന്നു. അതിപ്പോ അകത്താണെങ്കിലും പുറത്താണെങ്കിലും സപ്പോർട്ട് ഒരു സൈഡിൽ കൂടിക്കൊണ്ടിരുന്നു. അതേസമയം തന്നെ മാനുഷിക പരിഗണന പോയിട്ട് ഒരു പരിഗണനയും പിന്നെ പട്ടിയുടെ വിലയും തരാതെ പ്രായത്തിന് ഒരുപാട് ഇളയവരായിട്ടുള്ളവര് കോർണർ ചെയ്തു മൊത്തത്തില്. അതേ ആള് തന്നെ സീക്രട്ട് ബാലറ്റിൽ 11 വോട്ടുകൾ നേടി ക്യാപ്റ്റൻ ആവുന്നു. പിന്നെ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു വിമർശനം നേടുന്നു. പിന്നെ അപ്പനെയും അമ്മേനെയും വെട്ടാൻ വരെ റെഡി ആവുന്ന ഒരാളാണ് എന്നുള്ള ആ ഒരു സംഭവമൊക്കെ ഒരുപാട് അലക്കുകളും വിമർശനങ്ങളും ഒക്കെ നേരിടുന്നു ജിൻഡോ. ഇതിനിടയിൽ 2 തവണ കളിച്ച് പവർ ടീമിൽ കയറുന്നു. അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞൊരു യാത്രയായിരുന്നു ബിഗ് ബോസിന്റെ അകത്തും പിന്നെ പുറത്തും ജിൻഡോടേത്. ജിൻഡോ എന്നൊരു കണ്ടസ്റ്റന്റിന്റെ പുറത്തെ ഔട്ട്ലുക്കും പിന്നെ അകത്തെ ഗെയിമും എല്ലാം ആ രീതിയിലുള്ളതായിരുന്നു. പക്ഷെ ജിൻഡോ എന്നൊരു ഗെയിമറിനെ മാത്രമല്ല പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് എന്ന് തോന്നുന്നു. ആസ് എ ഹ്യൂമൻ പുള്ളിക്ക് കുറെ അധികം ക്വാളിറ്റീസ് ഉണ്ട്. അത് ലൈവ് കാണുന്നവർക്കറിയാം. രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു സായിയുടെ കാല് പിടിച്ച ആ ഒരു കാര്യം. അത് എപ്പിസോഡിൽ ഒന്നും കാണിക്കാത്ത കാര്യങ്ങളാണ്. ആ രീതിയിലുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ജിൻഡോയ്ക്ക്. അവിടെ പലരും സോറി പറയാൻ മടിക്കുമ്പോ അല്ലെങ്കിൽ താൻ എന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുമ്പോൾ ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അറിഞ്ഞോ അറിയാതെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്. ആ ഒരു ചായ കേസൊക്കെ നമ്മൾ ചിരിച്ചിട്ടിരുന്നിട്ടാണ് കണ്ടത്. പിന്നെ അതേപോലെ തന്നെ യമുനയോട് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതൊന്ന് പുള്ളി ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നുള്ള പോലെ പറയുന്ന കുറെ കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ നമ്മള് ചിരിച്ചിട്ടിരുന്ന എന്റർടൈൻ ആയിട്ടിരുന്നാണ് നമ്മൾ കണ്ടത്. പിന്നെ മറ്റേ മിററിൽ നോക്കി എക്സ്പ്രഷൻ ഇടുന്നതും പിന്നെ ഡാൻസ് കളിക്കുന്നതും ബോഡി ഷോ കാണിക്കുന്നതും ഇതൊക്കെ പ്രേക്ഷകർക്ക് വളരെയധികം ജിൻഡോയുമായിട്ട് കണക്ട് ആവാൻ സഹായകരമായ കുറെ പോയിന്റുകളാണ്. ഒരിക്കലും ഗബ്രിയെ പോലെ പ്രേക്ഷകരെ വകവെക്കാതെ കളിച്ച ഒരാളല്ല ജിൻഡോ. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെ പുള്ളിക്ക് 100 ദിവസം ഉറപ്പ് നൽകിയതും. പിന്നെ എന്താ പറയുക, ഇപ്പൊ വിജയ് ആണെന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട് ഈ സീസണിന്റെ. വിന്നിങ് മെറ്റീരിയൽ ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി കോണ്ടന്റുകൾ വരാനുണ്ട് ജിൻഡോയുടെ. അതൊക്കെ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അപ്പൊ 60 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി 40 ദിവസം മുന്നോട്ട് കിടക്കുകയാണ്. ഇപ്പൊ ഇതുവരെ കണ്ടത് വെച്ചിട്ടാണെങ്കിൽ ജിൻഡോ ഒരു ഫിസിക്കൽ അസോൾട്ട് ഒന്നും നടത്തി എന്തായാലും പുറത്തേക്ക് പോകത്തില്ല. അമ്മാതിരി മനക്കട്ടിയും അത്രയ്ക്കും വിൽ പവർ ഉള്ള ഒരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ. അതുകൊണ്ട് ഒരു ഫിസിക്കൽ അസോൾട്ട് ഒന്നും തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പുള്ളി നല്ല ദേഷ്യം കൺട്രോൾ ചെയ്തേ അവിടെ നിൽക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതായിരുന്നു ജിൻഡോയുടെ ഒരു 56 ദിവസത്തെ ഒരു ഗെയിം അനാലിസിസ്. ഇതുപോലെ വേറെ ആരുടെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടസ്റ്റന്റിനെ വെച്ച് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് അർജുന്റെ വീഡിയോ ആണ്. കൂടുതൽ വീഡിയോകളുമായിട്ട് വരുന്നത് വരെ ബൈ.